ഈ ഒരു മണ്ടത്തിൽ നിങ്ങൾക്കും പറ്റരുത്. അതുകൊണ്ട് ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണും. ഞാനാണെങ്കിൽ ഹോം മെയ്ഡ് ക്ലേ ഉണ്ടാക്കാനുള്ളൊരു പ്ലാനിലായിരുന്നു. അത് നൈസായിട്ട് പാളിയിട്ടുണ്ട്. നമ്മൾ ഈ കഷ്ടപ്പെട്ട് ചീട്ടുകൂട്ടുകാരൊക്കെ ഉണ്ടാക്കത്തില്ലേ, എന്നിട്ട് അത് അവസാന ഘട്ടത്തിൽ പൊളിഞ്ഞു വീണെങ്കിലിരിക്കും. ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ എൻ്റേത്. സംഭവം അതിനകത്ത് ആഡ് ചെയ്ത കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. ഒരു 10 ടേബിൾ സ്പൂൺ മൈദ, എന്നിട്ട് ഒരു 5 ടേബിൾ സ്പൂണോളം പശ, പിന്നെ ഒരു 5 ടേബിൾ സ്പൂണോളം മോയ്സ്ചറൈസർ. ഇത് മൂന്നുമായിരുന്നു ഞാൻ പ്രധാനമായിട്ടും അതിൽ ചേർത്തിരുന്നത്. എന്നിട്ട് നമ്മുടെ മാവ് കുഴയ്ക്കുന്ന കണക്ക് നല്ല രീതിക്ക് ഞാൻ കുഴച്ചു. പിന്നെ ഒരു ചപ്പാത്തി മാവിൻ്റെ രൂപത്തിലൊന്ന് ആക്കിയെടുത്തിരുന്നു. അതുവരെ കാര്യങ്ങൾ നല്ല സ്മൂത്തായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. നല്ലൊരു പെർഫെക്റ്റ് ക്ലേ നമ്മൾ ഉണ്ടാക്കിയെടുത്തിരുന്നു. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. അത് വേറൊന്നുമല്ല, നമ്മുടെ ഗീവയെ കുറിച്ചാണ്. നമ്മുടെ ഗീവവേ ജൂലൈ 6 തുടങ്ങിയതാണ്. പക്ഷെ ഇതുവരെ ആരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. എന്നാലും നിങ്ങൾ ആ ഗീവ് അവേയുടെ വീഡിയോ ഒന്ന് കണ്ടിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക. ലിങ്ക് ഞാൻ ക്യാപ്ഷൻ്റെ മുകളിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ഇതാണ് നമ്മളുണ്ടാക്കിയ ക്ലേ. ഇതുവരെ നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ തൊട്ടാണ് എൻ്റെ കണക്കുകൂട്ടൽ മൊത്തവും തെറ്റിയത്. ക്ലേ ഡ്രൈ ആവാതിരിക്കാൻ ആ പ്ലാസ്റ്റിക് കവറിനകത്തോട്ട് കുറച്ച് മോയ്സ്ചറൈസർ ഞാൻ ഒഴിച്ചു കൊടുത്തിരുന്നു. പിന്നീട് ക്ലേ അതിൽ വെച്ച് മൂടിയിട്ട് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഞാൻ എടുത്ത് വെക്കുമായിരുന്നു. ഒരു 2 ദിവസം കഴിഞ്ഞ് ഞാൻ തുറന്നു നോക്കിയപ്പോഴത്തേക്ക് പഴംപൊരിക്ക് മാവ് കുഴച്ചണക്കിരിക്കുമായിരുന്നു. പോരാഞ്ഞിട്ട് ഒരു വൃത്തികെട്ട സ്മെല്ല്. ക്ലേ മേക്കിംഗ് 3G'യിൽ എന്താ, വീട്ടിലെ പോരോളുടെ കയ്യിൽ നിന്ന് എനിക്ക് നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും അടുക്കളയിൽ നിന്ന് മൈദ എടുത്തതിന്. ഇങ്ങനെ വരാനുള്ള റീസൺ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരുപാട് മോയ്സ്ചറൈസറും അതിനകത്ത് അപ്ലൈ ചെയ്തിട്ടില്ലായിരുന്നു. ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് അറിയിക്കും. ഇന്ന് ഞാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊന്നും പറയത്തില്ല, കാരണം അത്ര നല്ല വീഡിയോ ഒന്നും അല്ലല്ലോ ഇത്. അപ്പം അടുത്ത വീഡിയോയിൽ നാളെ കാണാം. ഓക്കെ, ബൈ.